നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കേക്കും കിക്കും നിറഞ്ഞ ഒരു ബാച്ച്പായ്മസ് ആശംസിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ഡിസംബർ 25 ആയിരിക്കെ ന്യായമായും ഞാൻ ക്രിസ്മസ് ആണ് ആശംസയായി നിങ്ങളെ അറിയിക്കേണ്ടത് എന്നത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ ക്രിസ്മസിന് പകരം നിങ്ങൾക്ക് ബാച്ച്പായ്മസ് ആശംസിച്ചത്. മാറി വന്ന ഒരു അവസ്ഥയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കളം അല്പം മാറ്റി ചവിട്ടിയത്. ഇനി മേലാൽ ക്രിസ്ത്യാനികൾ ഡിസംബർ 25 ക്രിസ്മസ് ആയി ആചരിക്കരുത്. അതിന് പകരം വാജ്പേയിയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് ഗുഡ് ഗവേണൻസ് ഡേ, സൽഭരണ ദിവസമായി ഇത് ആചരിക്കണം എന്ന ഒരു കേട്ടാൽ സുഖം തോന്നുന്ന വളരെ ആദർശപരമായ ഒരു നിലപാടാണ്, ഒരു നിർബന്ധമാണ് നേരെ ചൊവ്വയെ മാത്രം ചിന്തിക്കുന്ന സംഘപരിവാറിൽ ഉദിച്ച് BJP-യിൽ കൂടെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് ഇങ്ങനെ ആക്കി തീർക്കാൻ താല്പര്യപ്പെടുന്നത് അടൽ ബിഹാരി വാജ്പേയിയോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അദ്ദേഹത്തെ വിലമതിക്കുന്നത് കൊണ്ടല്ലേ അല്ല എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം വാജ്പേയിയും LK അദ്വാനിയും നേതൃത്വം നൽകിയ BJP-യുമായിട്ട് എനിക്ക് വേണ്ടത്ര ബന്ധമുണ്ടായിരുന്നു. ആ BJP-യും ഇപ്പോഴത്തെ BJP-യുമായി യാതൊരു സാമ്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വാജ്പേയിയോട് യഥാർത്ഥത്തിൽ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും കാഴ്ചപ്പാടുകളെയും രാഷ്ട്രീയമായ സംസ്കാരത്തെയും ഒരു പരിധിവരെയെങ്കിലും ഓർക്കുവാനും അത് തുടർന്നു കൊണ്ടുപോകുവാനും ശ്രമിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 2014 പറയുമ്പോൾ വാജ്പേയിയെയും LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അങ്ങനെയുള്ള നേതാക്കന്മാരെ മുഴുവനും ചവിട്ടി മാറ്റി കുപ്പക്കുഴിയിൽ ഇട്ടിട്ട് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. വാജ്പേയി ഭരിച്ച കാലത്ത് ഭാരതത്തിലെ ജനം സ്വതന്ത്രരായിരുന്നില്ല, അവർ അടിമകളായിരുന്നു എന്ന അർത്ഥത്തിൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കണ്ട 2014 പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്പമെങ്കിലും വിവരമുള്ളവർ മനസ്സിലാക്കും, ഡിസംബർ 25 സൽഭരണ ദിവസമായി ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ചേതോവിഹാരം അടൽ ബിഹാരി വാജ്പേയിയോടുള്ള സ്നേഹമോ ആദരവോ ഒന്നുമല്ല. ക്രിസ്മസിനെ ഉന്തിത്തള്ളി വെളിയിൽ കളയാൻ വാജ്പേയിയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു, അത്രമാത്രം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു അനുഭവം വരികയാണ്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസിൽ ജോലി ചെയ്യുന്ന കാലം ദീർഘനാൾ മുൻപാണ്. ഇത് 1982-83 കാലഘട്ടങ്ങൾ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്റായി വിരമിച്ച ബിഷപ്പ് എറിക് നാസർ എന്ന വ്യക്തി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ചാപ്ലിനായി, തൽക്കാല ടെമ്പററി ചാപ്ലിനായി നിയമിക്കപ്പെട്ടു. കാരണം ആ സമയത്ത് എനിക്ക് ബിഷപ്സ് കോളേജ് കൽക്കട്ടയിൽ പോയി തിയോളജിക്കൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആ ചുമതല നിർവഹിക്കാൻ വയ്യാതിരുന്ന സാഹചര്യത്തിൽ റിട്ടയർ ചെയ്ത ബിഷപ്പിനെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന വില്യം ഷോ രാജ്പാൽ ഞാൻ മടങ്ങി വരുന്നത് വരെ അവിടെ ജോലി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ ഞാൻ മടങ്ങി വന്ന ശേഷവും അദ്ദേഹം പോകാൻ വിസമ്മതിച്ച് അവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന കാലം. അപ്പം ഈ ബിഷപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന് ബിഷപ്പിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നെ അറിയാവുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ ഈ ബിഷപ്പിന് മറ്റെല്ലാവരെക്കാളും എന്നോട് കലിപ്പുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല,
ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം രാവിലെ തൊട്ട് കുടി ആരംഭിക്കും. കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ കോളേജിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു, ഞങ്ങൾ റെസിഡൻസ് എന്നാണ് പറയുന്നത്, കുട്ടികളോട് വല്ലാതൊക്കെ പെരുമാറും. ഇത് 2-3 തവണ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ താക്കീത് കൊടുത്തു, പരുഷമായി സംസാരിച്ചു. അന്ന് തൊട്ട് എന്നോട് അദ്ദേഹത്തിൻ്റെ കലിപ്പാണ്. അപ്പോൾ എന്നെ കൊച്ചാക്കാനായിട്ട് എന്തെങ്കിലും അവസരം കിട്ടിയാൽ വിടുകയില്ല, അവസരമില്ലെങ്കിൽ അദ്ദേഹം അവസരം ഉണ്ടാക്കും. അവസരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ പ്രസക്തമായ കാര്യം. അദ്ദേഹം എൻ്റെ ഭാര്യയെ വാനോളം പുകഴ്ത്തും. എൻ്റെ ഭാര്യയുടെ പേര് ഗ്രേസ് എന്നാണ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഗ്രേസ്ഫുൾ ലേഡി ഇൻ ദ വേൾഡ്, നല്ലവളാണ്, ഉദാരമതിയാണ്, ആരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും പകരുവാൻ മദർ തെരേസയേക്കാളപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പുകഴ്ത്തും. അത് ഗ്രേസിനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. അപ്പം ഗ്രേസിനെ അങ്ങനെ പുകഴ്ത്തുമ്പോൾ ഗ്രേസിൻ്റെ ഭർത്താവായ ഈ കോന്തൻ യവനൊരു വെറും ചപ്പിട്ടയാണ് എന്ന് ജനം മനസ്സിലാക്കണം. ആ വിധത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്രകാരം സംസാരിക്കാനുള്ള വിരുദ് വളരെയധികം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം, ബിഷപ്പിൻ്റെ വായിൽ നിന്ന് ഗ്രേസ് എന്ന വാക്ക് വരുമ്പോൾ അതെന്നെ വിളിക്കുന്ന ചീത്തയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ത്രാണി അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് സമാനമായ ഒരവസ്ഥയാണിത് എന്ന് മാത്രം പറഞ്ഞ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അപ്പോൾ ഇനി മേലാൽ ക്രിസ്മസ് ആശംസകൾ പാടില്ല, വാജ്പായി മസ് ആശംസകളാണ്. ഞാനത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഹൃദയംഗമമായി അർത്ഥവത്തായ ഒരു വാജ്പായി മസ് ആരംഭിച്ചുകൊണ്ട് ഈ വീഡിയോ തുടക്കം കുറിച്ചു. രണ്ടാമതായിട്ട് നാം ഇപ്പോൾ ക്രിസ്മസിനെ അറിയുന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ കേക്കും കരോളും ക്രിസ്മസ് കാർഡും കൊണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം കേക്കും കിക്കുമാണ്. കേക്കും തൊഴിയും. അതായത് ക്രിസ്മസ് വരുമ്പോൾ കേരളത്തിലെ ബിഷപ്പന്മാരെ വിളിച്ച് ഒന്നിൽ കേക്ക് മുറിക്കും, അല്ലെ ഒരു സദ്യ, ഈ തവണ സദ്യയായിരുന്നു, കൊടുക്കും. കാരണം പൊതുവെയുള്ള ധാരണ, അതായത് പ്രസക്തമായ കേന്ദ്രങ്ങളിലെ ധാരണ, ദി ഇംപ്രഷൻ ഇൻ ദ റെലവൻറ്റ് ക്വാർട്ടേഴ്സ്, എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുമേനിമാർക്ക് ആശയത്തെക്കാൾ ആമാശയമാണ് പ്രധാനം, യാഥാർത്ഥ്യ ബോധത്തെക്കാൾ നാവിൻ്റെ സന്തോഷമാണ് കൂടുതൽ താല്പര്യം എന്ന ധാരണയിലാണ് വർഷം മുഴുവനും നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തെ മുഴുവനും കുഴിച്ചു മൂടാൻ ഒരു ബിഷപ്പിനെ വിളിച്ച് വാലൊരു കേക്ക് മുറി ഇട്ട് കൊടുത്താൽ എല്ലാ അങ്ങ് ഇപ്പം പാവം പോകാനായിട്ട് ജലം കൊണ്ട് കഴിയാൽ മതി എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾക്ക് എതിരെ ഉപയോഗിക്കുന്ന ഗംഗാജലമാണ് ക്രിസ്മസ് കേക്ക്. അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ മെത്രാൻ്റെ വായിൽ കേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയും വർഷം മുഴുവനും പാവപ്പെട്ട നിരാലംബരായ ക്രിസ്തീയ പ്രവർത്തകരെ, അത് കന്യാസ്ത്രീകളാണെങ്കിലും പ്രബോധന്മാരാണെങ്കിലും സുവിശേഷ പ്രവർത്തകരാണെങ്കിലും അവരെ അടിക്കുകയും തൊഴിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടാക്കുകയും പിന്നെ അവരെ വിടുവിച്ച് കിട്ടാനായിട്ട് അമിത്ഷായുടെ കാല് പിടിക്കുകയും, അങ്ങനെ കാല് പിടിക്കുമ്പോൾ അവരെ വിട്ടുകിട്ടുമ്പോൾ അമിത്ഷായാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രക്ഷകൻ എന്ന് സ്തുതി പാടുകയൊക്കെ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ക്രിസ്മസിൻ്റെ രണ്ടാമത്തെ മാറ്റം. ആദ്യത്തെ മാറ്റം ക്രിസ്മസ് വാജ്പായി മസിലേക്ക് മാറി. രണ്ടാമത്തെ മാറ്റം എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളുടെ ഈ വാജ്പായി മസിൽ കേക്കും കിക്കുമാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രിസ്മസിന് കിട്ടുന്ന കേക്കിൻ്റെ രുചി നിശ്ചയിക്കുന്നത് വർഷം മുഴുവനുള്ള കിക്കാണ്. ഇപ്പോൾ സാമാന്യമായി സമാധാനമായി ഓരോ മതസമൂഹത്തിന് ലഭിക്കേണ്ട അർഹതയും അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഡിഫൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ തലയെടുപ്പുള്ളൊരു സംഘ നേതാവോ
നമ്മുടെ മെത്രാന്മാരെ വിളിച്ച് അവർക്ക് കേക്ക് മുറിച്ച് വാലിട്ട് കൊടുത്താൽ അതിന് ഒരു വിലയും ഉണ്ടാകത്തില്ല. അതേസമയം നല്ല പൊട്ടീര് കൊടുത്തിട്ട് വർഷം മുഴുവനും നല്ല പൊട്ടീര് കൊടുത്തിട്ട് അവരെ പേടിപ്പിച്ച് വെച്ചിട്ട് ക്രിസ്മസിന്റെ സമയം അടുത്ത് വരുമ്പോൾ വാലിട്ടൊരു കേക്ക് മുറിച്ചിട്ട് കൊടുത്താൽ അത് ഭയങ്കര ഗുമ്മാണ്. അതാണ് ഇന്നത്തെ മനഃശാസ്ത്രം. ദ്രോഹവും പ്രലോഭനവും ഒന്നുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ മുണകളായ ആളുകൾക്ക് അതുകൊണ്ട് നിർവൃതിയുടെയും സായുജ്യത്തിൻ്റെയും ഉത്തുംഗ ശൃംഖലയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന മനഃശാസ്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി. എന്നാൽ വർഷം മുഴുവൻ നടന്നത് സാരമില്ല. ക്രിസ്തുമസ് വരുമ്പോൾ കേക്ക് കിട്ടിയോ അത് മതി എന്നൊരവസ്ഥ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭിക്ഷ യാചിക്കാൻ വരുന്ന ആളുകൾ ഫോട്ടോയും കൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ പലതരത്തിലുള്ള ഫോട്ടോകളുണ്ട്. കൃഷ്ണൻ്റെ ഫോട്ടോയുണ്ട്, യേശുവിൻ്റെ ഫോട്ടോയുണ്ട്, പിന്നെ അങ്ങനെ ബുദ്ധൻ്റെ ഫോട്ടോയുണ്ട്, അങ്ങനെ പലതും ഫോട്ടോ. അപ്പോൾ ഏത് വീട്ടിലാണ് ഭിക്ഷ യാചിക്കാൻ കയറുന്നത് എന്ന് അനുസരിച്ച് ഫോട്ടോ മാറ്റിവെക്കും. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ഭിക്ഷ കഴിക്കാൻ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ, ഹിന്ദുക്കളുടെ ആണെങ്കിൽ ഒന്ന് രാമൻ്റെയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പടം, മറ്റാണെങ്കിൽ അങ്ങനെ. അപ്പോൾ സൗകര്യാർത്ഥം മാറ്റിവെച്ച് കിട്ടേണ്ടത് കിട്ടാനുള്ള താല്പര്യം മാത്രം വെച്ചിട്ടാണ് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തീയ സമൂഹത്തോട് സംഘപരിവാർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞാൻ മെത്രാന്മാരിൽ നിന്നും കത്തനാരന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ അടിയും തൊഴിയും കൊള്ളേണ്ട നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. എന്നാൽ എനിക്ക് വളരെ ചിരി വന്നൊരു കാര്യം, ഇന്ന് ഞാൻ രാവിലെ ന്യൂസ് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ 25-ാം തീയതി ക്രിസ്മസ് ദിനം വാജ്പായ് മസ് ദിവസം രാവിലെ മലയാളം ചാനൽ ന്യൂസ് ഒന്ന് കേൾക്കാൻ നോക്കിയപ്പോൾ അത് മുഴുവനും മെത്രാന്മാരാണ്. അപ്പോൾ മെത്രാന്മാരിങ്ങനെ ക്രിസ്മസ് ദിവസത്തെ രാവിലെ, ക്രിസ്മസ് എന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്, വാജ്പായ് മസ് ദിവസം രാവിലെ ഒരു ആരാധന നടത്തുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ തല്ലുന്നത് നിർത്തണം, ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം, ഞങ്ങളെ തല്ലുന്നതും തൊഴിക്കുന്നതും നിർത്തണം എന്ന് എല്ലാ മെത്രാനും പറയുകയാണ്. എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ മുഖ്യനായ മാത്യൂസ് തൃതീയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ മത്തായി മൂന്നാമൻ, ആ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് തിരിച്ചുപോയി. കാരണം ഈ മഹാന്റെ അടുത്തൂടെ യാക്കോബ സഭയുള്ള ആരെങ്കിലും പോയാൽ അദ്ദേഹം ഒന്ന് മാന്തിയെ വിടത്തുള്ളൂ, നിവൃത്തിയുണ്ടെങ്കിൽ. എനിക്ക് ഈ മെത്രാന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നിർത്തണം. നിങ്ങൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പല വിധത്തിലാണ്. ഒന്നാമത് നിങ്ങൾ അവരെ മൊണ്ണകളാക്കുന്നു, രണ്ടാമത് നിങ്ങൾ അവരെ പോക്കറ്റ് അടിക്കുന്നു, മൂന്നാമത് നിങ്ങൾ അവരെ വഞ്ചിക്കുന്നു, നാലാമത് അവരുടെ ഭാവി അപകടത്തിലായാലും സാരമില്ല, ഞങ്ങളുടെ കാര്യം നടക്കണമെന്ന വിധത്തിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതും പ്രയോഗിക്കുന്നത്. അഞ്ചാമത് നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ജനത്തെ ദ്രോഹിക്കാൻ, പ്രത്യേകിച്ച് നിങ്ങളോട് യോജിക്കാത്ത വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആരെയും നിങ്ങൾ വെറുതെ വിടത്തില്ല. ശവത്തിൻ്റെ പുറത്ത് കുത്തുന്ന വിധത്തിലാണ്, അത് ആക്ഷരികമായും ശവത്തേൽ കുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കൂട്ടരാണ് ഇവിടെ നമ്മുടെ പുരോഹിത വർഗം, മെത്രാൻ സംഘം എന്നത്. ക്രിസ്ത്യാനിയുടെ കണ്ണെപ്പോൾ തുറക്കുമെന്ന് എനിക്കറിയില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പഷ്ടമാണ്. ഞാനിത് ഒത്തിരി അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ വെളിപ്പെടുത്താത്തത് അത് അരോചകമായി തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. സംഘപരിവാറോ ഇസ്ലാമിക് തീവ്രവാദികളോ എനിക്കധികം ദ്രോഹം ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതം പ്രത്യേകിച്ച് 9 വർഷം നരകമാക്കിയത് മെത്രാന്മാരുടെ കൂടെ നിൽക്കുന്ന സംഘങ്ങളും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുരങ്ങന്മാരുമാണ് എന്നത് ഈ സമയത്ത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അവരാണ് പറയുന്നത്, ഞങ്ങളെ അടിക്കരുത്, ഞങ്ങളെ തൊഴിക്കരുത്, ഞങ്ങളെ കടിക്കരുത്. ഇത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നെനിക്കറിയില്ല.
അവസാനമായിട്ട് ഈ മെത്രാന്മാരോട് 2 ചോദ്യം ചോദിക്കാം. 2 ചോദ്യം. അത് നിങ്ങളുടെ അനുമതിയോടെ ഞാൻ ചോദിച്ചോട്ടെ. ആദ്യമായി, നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കും? ഞങ്ങളെ തല്ലരുത് എന്നിപ്പോൾ പറഞ്ഞിട്ട് നാളെ പ്രൈം മിനിസ്റ്റർ വിളിക്കുകയാണ്, ഒരു കേക്ക് ഉണ്ട്, വാ വിളിക്കുന്നു, നിങ്ങൾ വാ വിളിച്ചു കൊടുക്കും, യാതൊരു സംശയം വേണ്ട. നാളെ ഏതെങ്കിലും ഒരു വെട്ടിൽ വീണിട്ട് ഈ വെട്ടിൽ ഞങ്ങൾ നിങ്ങളെ അഴിച്ചുവിടാം, സംഘപരിവാറിനെ ഒന്ന് സ്തുതിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും, യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് സംഘപരിവാറിനെ പ്രീണിപ്പെടുത്തി നിർത്തേണ്ട ആവശ്യം എങ്ങനെയുണ്ടായി? അതിൻ്റെ കാരണക്കാരൻ ആരാണ്? നിങ്ങളുടെ നടപ്പിൻ്റെ പ്രത്യേകത കൊണ്ടല്ലേ, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ? നട്ടല് നിവർന്ന് നിന്ന് നിങ്ങളുടെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും, വേദപുസ്തക അധിഷ്ഠിതമായ ആദർശങ്ങളും മൂല്യങ്ങളും മാനവികമായ വീക്ഷണവും അനുസരിച്ച് സധൈര്യം ഒരു നിലപാട് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ തന്നെ ആക്കി വെച്ചില്ലേ? പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് ഇങ്ങനെയുള്ള സമയത്ത് പള്ളിക്കകത്ത് കയറിയുന്നുണ്ട് ഇങ്ങനെ അർത്ഥശൂന്യമായി ആത്മാർത്ഥത തൊട്ട് തിരിച്ചിട്ടില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുന്നത്? ഇത് ജനം മൊണ്ണയാണെന്ന് വിചാരിച്ചിട്ടല്ലേ? അവർക്ക് അല്പമെങ്കിലും തിരിച്ചറിവോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിത് പറയുമായിരുന്നില്ല. നിങ്ങളാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം. ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ക്രിസ്തുവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുവെങ്കിൽ, ക്രിസ്തു മതത്തിൻ്റെ പ്രതിച്ഛായ തകരാറിലാകുന്നുവെങ്കിൽ അതിന് 90% ഉത്തരവാദികൾ നിങ്ങളാണ്. പക്ഷേ അതിൻ്റെ തിക്തമായ ഫലങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളല്ല, പാവപ്പെട്ട ജനമാണ്. അവർക്ക് അടിയും തൊഴിയും കിട്ടുമ്പോൾ പള്ളിക്കകത്ത് കയറി നിന്നുകൊണ്ട് അവരെ അങ്ങനെ ചെയ്യരുത്, ഞങ്ങളോട് ചെയ്യരുത്, ഞങ്ങളെ അടിക്കരുത്, തൊഴിക്കരുത്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുന്നെങ്കിൽ അനുസരിച്ച് നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റായിട്ട് നിലപാടുണ്ടാക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ അറിയിക്കാനെടുത്ത് അറിയിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ ആരും കാണാതെ മറയുടെ അപ്പുറത്ത് ക്രിസ്ത്യാനികളെ ഇപ്രകാരം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കാല് നക്കുകയും കൈ മണപ്പിക്കുകയും പിന്നെ ഇങ്ങനെയുള്ള ദിവസം വരുമ്പോൾ പള്ളിക്കകത്ത് ഞങ്ങളെ അടിക്കരുത് തൊഴിക്കരുതെന്ന് പറയുകയും ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മെത്രാന്മാരെ, കത്തനാരന്മാരെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയാം. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? അത് വിശ്വസിച്ചിട്ട് നമുക്ക് സംഘപരിവാറോട് പറയാനൊക്കത്തില്ല, ഞങ്ങളെ തൊഴിക്കരുത്, അടിക്കരുത്, കടിക്കരുത്, പിച്ചരുത് എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇത് ദൈവം അറിഞ്ഞ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യമാണ് എന്ന് മാത്രമേ നമുക്ക് ധരിക്കുവാൻ, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല, വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം ഒരു നിലപാട് മാത്രമേ എടുക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇത് സംഘപരിവാറാണ് ചെയ്യുന്നതെങ്കിലും അങ്ങനെ ചെയ്യുന്നത്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് സംഘപരിവാറിന് വളരെ അതീതമായ സ്ഥിതി ചെയ്യുന്ന ഒരു അധികാരത്തിൻ്റെ കീഴിലാണ്. അധികാരത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ അധികാരമെന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്രകാരം സംഭവിക്കാൻ ആത്മീയമായ ഒരു നല്ല കാരണമുണ്ടായിരിക്കും. ആ കാരണം എന്താണ് എന്ന് ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു മെത്രാൻ കേരളത്തിൻ്റെ മണ്ണിൽ ശ്രമിച്ചായിട്ട് നിങ്ങൾക്ക് കാണാം? ഒരിക്കലുമില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. ഞാനോ നിങ്ങളോട് പറയുന്നത്, കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നീതിയാണ്, ന്യായമാണ്. കാരണം നമ്മുടെ അധഃപതനം അത്ര വലുതാണ്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹൃദയരായ സഹോദരി സഹോദരങ്ങളെ, സത്യസന്ധത നമ്മൾ അല്പമെങ്കിലും ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം. നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ഇപ്പോൾ തീർന്ന അവസ്ഥ, അത് നമുക്ക് അർഹതയുള്ളതാണ്, നാം അർഹിക്കുന്നതാണ്. നമ്മുടെ ഇടയിൽ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞ ധാർമ്മികമായ, ആത്മീകമായ, മാനുഷികമായ തകർച്ച വളരെ ഭീകരമാണ്.
നമ്മുടെ ഇപ്പോഴത്തെ നടപ്പനുസരിച്ച് നമ്മെ അറിയാവുന്ന ആരും കയറി വന്നൊന്ന് തൊഴിച്ചിട്ടേ പോകത്തുള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. ഇത് ആരും ഇത് അറിയുന്നില്ല. കണ്ണടച്ചുകൊണ്ട് പൂച്ച പാൽ കുടിക്കുന്നത് പറയുന്ന പോലെ നമ്മുടെ ഇടയിൽ നടക്കുന്നതെല്ലാം ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ മത്തായി മൂന്നാമൻ അല്ലൊരു ലാറ്റിൻ കാത്തലിക് സഭയുടെ ഒരു ബിഷപ്പ് ഇന്ന് രാവിലെ പറയുന്നത് ഞാൻ കേട്ടു. കേരളത്തിൽ ക്രിസ്ത്യാനികളെ ബഹുമാനിച്ചിരുന്നു, ഇപ്പോൾ ആ ബഹുമാനമൊക്കെ പോയി. എങ്ങനെ പോകാതിരിക്കും മെത്രാനെ? നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കുമോ? ആരെങ്കിലും നമ്മളെ ഒന്ന് തൊഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തുമോ? ഈ ഒരു അവസ്ഥയിൽ ക്രിസ്തീയ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ കൊണ്ടാക്കിയത് നിങ്ങളെല്ലാവരും കൂടാണ്. എന്നിട്ട് നിന്നുകൊണ്ട് മോങ്ങുന്നു. അങ്ങനെ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് മദ്ബഹായിൽ ചെന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥതയില്ലാതെ ഇങ്ങനെ വിലപിക്കുന്നതിനേക്കാൾ നാം നടക്കുന്ന വഴി തെറ്റാണെന്ന് മനസ്സിലാക്കുകയും യേശുവിൻ്റെ ഉത്ബോധനങ്ങളുടെ വെളിച്ചത്തിൽ നാം നിശ്ചയമായും സ്വീകരിക്കേണ്ട തിരുത്തലുകൾ സ്വീകരിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ നാം മുതിരുകയുമാണ് ചെയ്യേണ്ടത്. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് സംഘപരിവാർ അവരുടെ കണക്കൂട്ടലിലാണ് ബോധപൂർവം പ്രവർത്തിക്കുന്നതെങ്കിലും അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നൊരു ശക്തി അതിന് മുകളിലുണ്ട്. അല്ലെങ്കിൽ യേശു പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു നാല് മുടി പോലും താഴെ വീഴുന്നില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിറകിൽ ഒരു നിമിത്തമുണ്ട്. അത് മനസ്സിലാക്കി അത് നിഷ്കർഷിക്കുന്ന തിരുത്തലുകൾ സ്വീകരിക്കുക എന്നതായിരിക്കണം ഈ വാജ്പായി മസ് എന്ന നമ്മുടെ ക്രിസ്തുമസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഢനിശ്ചയം. അതിലേക്ക് കടന്നു വരുവാൻ ഏതെങ്കിലും മെത്രാന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദസേവ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, മറ്റെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു മെത്രാനും എന്തെങ്കിലും മാനസാന്തരം വന്നതായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് അത് ബോധ്യമായിട്ടില്ല. ആരുടെയെങ്കിലും മനസാക്ഷി അല്ലെങ്കിൽ ഹൃദയം കല്ലാണെങ്കിൽ അത് മെത്രാന്റെ ഹൃദയം തന്നെയാണ്. എന്നാൽ അതേസമയം എനിക്ക് വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ പോക്ക് അപകടത്തിലാണ് എന്ന് ദയവായി തിരിച്ചറിയാം. നമുക്ക് സംരക്ഷണം ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു നേതാവോ അല്ല. നമുക്ക് സംരക്ഷണം യേശു മാത്രമാണ്. നാം യേശുവിൻ്റെ മാർഗത്തിൽ നടക്കുന്നുവെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിയും, ഒരു പാർട്ടിയും, ഒരു കൂട്ടവും, ഒരു ഐഡിയോളജിയും പുച്ഛത്തിൻ്റെ കണ്ണുകൊണ്ട്, വെറുപ്പിൻ്റെ കണ്ണിൽ കൂടെ നമ്മളെ നോക്കത്തില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയും, നമുക്കെതിരെ ശത്രുത വെച്ച് കൊടുത്തുന്നവർ പോലും ബഹുമാനത്തോടുകൂടെ നമ്മളെ നോക്കുമെന്നത് അനുഭവത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നാം യേശുവിൻ്റെ മാർഗത്തിൽ നടക്കുന്നുവെങ്കിൽ, നാം പ്രസംഗിക്കുന്ന ആദർശങ്ങളെ, മൂല്യങ്ങളെ നാം അല്പമെങ്കിലും അംഗീകരിക്കുന്നുവെങ്കിൽ കേരള സമൂഹവും ഭാരത സമൂഹവും ലോകത്തിലുള്ള മനുഷ്യജാതി മുഴുവനും നമ്മെ ബഹുമാനത്തോടു കൂടെ നോക്കും. ഒരിക്കലും പുച്ഛത്തിൻ്റെ കണ്ണിൽ കൂടെ നമ്മളെ നോക്കില്ല. അപ്പോൾ ഈ പ്രത്യേക ദിവസത്തിൽ എനിക്ക് എൻ്റെ സഹവിശ്വാസികളായ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വിശ്വാസ സഹോദരികളോട് പറയാനുള്ളത്, നാം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുവേൻ, മാനസാന്തരപ്പെടുവേൻ. യോനെ ദൈവം നിനവയിലേക്ക് പറഞ്ഞയച്ചു. കേരളം ഒരു നിനവയായി. അത് മെത്രാന്മാരുടെയും കത്തനാരന്മാരുടെയും ചെയ്തികൾ കൊണ്ടാണ്. അവരാണ് കേരളത്തെ നിനവയാക്കി വെച്ചത്. സൊദോം ഗൊമോറയാക്കി ഞാൻ പറയുന്നില്ല തൽക്കാലം. കേരളത്തെ നിനവയാക്കി വെച്ചത് നമ്മൾ ആശ്രയിക്കുന്ന, ആരാധിക്കുന്ന, നമ്മളെ അടിമകളാക്കുന്ന ഈ മെത്രാന്മാരാണ്. അവരുടെ പുറകെ പോകുന്നവർ പടുകുഴിയിൽ വീണും നശിച്ചു പോകും. ഇത് നാശത്തിലേക്കാണ് പോക്ക്. ഇവരെ നമ്പുന്നവർ
നമ്പുന്നവർക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്കടി കിട്ടും, നിങ്ങൾക്ക് പൊതുനിരത്തിലങ്ങ് നടക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. പക്ഷേ ഇവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അവർ പോയി കേക്ക് തിന്നും. അവർ ക്രിസ്മസ് വരുമ്പോൾ നിങ്ങളെ അടിക്കുന്നവർ കൊടുക്കുന്ന നല്ല സദ്യ വയറ് നിറച്ച് കഴിച്ച് ചേമ്പൊക്കെ വിട്ടിട്ട് പൊടി തട്ടി അവർ പോകും. നിങ്ങളുടെ അവസ്ഥയോ നിങ്ങൾ വെള്ളത്തിലാകും. ഇത് തിരിച്ചറിയാൻ കൂട്ടാക്കുന്നവർ അവരോടും അവരുടെ മക്കളോടും വരുന്ന തലമുറകളോടും നീതി ചെയ്യുന്നവരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയുകയില്ല സംഘപരിവാറിനോടോ അതിൻ്റെ രാഷ്ട്രീയ ശക്തികളോടോ ക്രിസ്ത്യാനികളെ അടിക്കരുത്, ഒഴിക്കരുത്, കടിക്കരുത് എന്ന് ഞാൻ പറയുകയില്ല. നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച്, നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങൾ ചെയ്യുവീൻ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കണക്കുകൂട്ടൽ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ധരിക്കുന്നുവെങ്കിലും നിങ്ങളെയും നിയന്ത്രിക്കുന്ന, ദൂരെ നിന്ന് ചരട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിപ്പീൻ. ഈ വാജ്പായ് മാസ് ദിവസത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ കൂപ്പുകൈ.